നമ്മളിപ്പം രാഗമായ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ രാഗമയ റിസോർട്ടിൻ്റെ റിസപ്ഷൻ. വിപിനാണ് നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസിലാണ് വിപിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് 105 റൂമാണ്. 2 സൈഡിലും ലേക്ക് വ്യൂ കാണാൻ പറ്റിയ കിട്ടില്ലൊരു റൂമാണ് 105. അപ്പോൾ ഞങ്ങൾ ഫ്രഷായി നിൽക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ 105 റൂം രാഗമയ റിസോർട്ടിൽ. അപ്പോൾ റൂമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ബൈച്ചു വാ, കാണിച്ചു കൊടുക്കാമല്ലോ. ഇവിടെ ബാത്റൂമാണ്. സാധാരണ പോലെ തന്നെ നമുക്ക് വാർഡ്രോബ് ഉണ്ട്. പറഞ്ഞ പോലെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജുണ്ട്. ഇതെന്നും പറയുന്ന പോലെ തന്നെയാണ്, എല്ലാം സാധാരണ റൂംസിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു നല്ല വലിയൊരു മിററുണ്ട് കേട്ടോ. നമുക്ക് കാരണം ഫുള്ളായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മിററുണ്ട്. ലിച്ചു കിങ് സൈസ് ബെഡുണ്ട്. ഒരു വൈറ്റ് ഒരു തീമാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് ഇവിടെ. ഇരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അല്ലേ ഇച്ചു? ടിഷ്യൂ 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 ഇത് ഇച്ചുവിൻ്റെ വീക്ക്നെസ് ആണ്. ഞാനില്ല പോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഒരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രാജാക്കാടാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ആണ് ഈ റിസോർട്ടിലേക്കുള്ള ദൂരം. കൂടാതെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിലേക്ക് ഏകദേശം ഒരു 110 കിലോമീറ്റർ ആണുള്ളത് കേട്ടോ. ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിലെ ടെൻറ്റ് സ്റ്റേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നിങ്ങളുടെ കമൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റി. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന അതേപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക്. ഞാൻ കുറേ നേരം കൊണ്ട് വ്യൂ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ സോറി. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ വരുമ്പോൾ എന്നിട്ട് കാണിക്കാം. ഞാൻ ഇവിടെ റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ബാക്കോട്ടേക്കുള്ള വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. ഷാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഡിന്നർ റൂമിലേക്ക് തരാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് വന്നത്. ഇപ്പോൾ ചെറിയൊരു മഴ ചാറുന്നുണ്ട്. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ രാവിലെ. അപ്പോൾ നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള രാവിലത്തെ കാഴ്ചയാണ്. ഓരോ മിനിറ്റിലും മാറി മറയുന്ന മഞ്ഞിൻ്റെ കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. നല്ല രസമുണ്ടല്ലേ ഈ കാഴ്ച കാണാനായിട്ട്. ഇച്ചു എണീറ്റില്ല കേട്ടോ, അതിപ്പോഴും നല്ല ഉറക്കമാണ്. തണുപ്പുകൊണ്ടാണെന്നറിയില്ല, എണീക്കുന്നേ ഇല്ല അവള്. ഞാനും ഷാനും ഒരുപാട് നേരം ഈ കാഴ്ചയും കണ്ടിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത ഒരു നല്ലൊരു കാഴ്ചയാണിത്. ഞങ്ങൾ ഒന്ന് മോർണിംഗിൽ നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു കാഴ്ചയാണ്. രാവിലെ തന്നെ
പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സൈക്ലിങ്ങിന് പോകണം. പിന്നെ ഈ ഒരു കാഴ്ച ഇത് കാണാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ വന്നത്. പിന്നെ ഇന്നലെ രാത്രി നന്നായിട്ട് ഞങ്ങൾ ഇറങ്ങി, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ഒന്നിറങ്ങിയതാണ് ഈ കാഴ്ചകളൊക്കെ കാണിക്കാനായിട്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ എന്താ ഇച്ചു മൾബറി പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചു ആ മൾബറി കാണിച്ചതാ. ഇച്ചു കം ഫാസ്റ്റ്. ഉണ്ടോ ഇച്ചിൻ്റെ മൾബറി കാണിച്ചെടുക്ക്. കുറേ മൾബറി ഉണ്ട്. രാവിലെ തന്നെ മൾബറി കഴിച്ചുകൊണ്ടിരിക്കും. ഈ മൾബറി കിടപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല പുളിയാണ്. ഹായ്, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നടക്കാനായിട്ടൊരു പാട്ടുണ്ടപ്പോൾ നടക്കുവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം രാവിലെ 7 മണിയായി. കോടമഞ്ഞെല്ലാം മാറി തുടങ്ങി. നമുക്കിപ്പോൾ ഈ ലേക്ക് നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഇതുവരെ മഞ്ഞ് മൂടിക്കിടന്നിരുന്ന ലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എങ്ങോട്ടാ നമ്മളിപ്പോൾ ഒരു സൈക്കിൾ റൈഡിന് ഇറങ്ങിയതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കണ്ണമാലി വ്യൂ പോയിന്റ് ആണത്. റിസോർട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ലോഞ്ചും ആക്ടിവിറ്റി സെൻറ്ററിലും കൂടിയാണ്, രണ്ടും കൂടിയാണ് കേട്ടോ. ഇരിക്കാനുള്ള നല്ല സെറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ, സെയിം വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ആ ഒരു ഡാമിൻ്റെ ഫുൾ വ്യൂസ് നമുക്കിവിടുന്ന് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇച്ചോടെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, കളിക്കാൻ തന്നെ വരുന്നത്. ഫുള്ളൊരു വൈറ്റ് തീം കേട്ടോ. നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ലൈറ്റും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൂടി ആയിട്ട്. അവിടെ ബാക്കിൽ ടേബിൾ ടെന്നീസ് റൂം ഉണ്ട്. അപ്പോൾ കുട്ടികളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ടേബിൾ ടെന്നീസ്. എനിക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരമായിട്ട് ഇച്ചുവിനെ വിളിക്കുകയാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ അവള് വരണേ ഇല്ല. ഇച്ചു ഞങ്ങൾ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെന്തോ ഇച്ചു കാണിക്കുന്നേ? ആക്ടിവിറ്റി സെൻറ്ററിലൊക്കെ പോയി കളിച്ച് ക്ഷീണിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. Ragamaya is located at Kallimaly viewpoint. It's a very scenic location near to Rajakkadu. Resort has got 18 premier rooms and 2 pool villas. One is a family pool villa which has got a private pool and 2 bedrooms. So a family of 4 to 6 people can stay comfortably there in the family pool villa. For honeymooners, we have got a honeymoon pool villa with a private plunge pool. And for activities, we have got a swimming pool. And for children, we have got some rides like swings, and then we have a games rooms where pool tables are there and table tennis and caroms and chess are there. And for outdoor activities, people can go around for off-road jeeps ride. They can go down to the lake for fishing
and we arrange all those activities. So Ragamaya has got all the facilities what a guest expects and to have a wonderful and enjoyable stay. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് കൂടുതലായി അറിയേണ്ടവർക്ക് ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരാം. നിങ്ങൾ കാണണം കേട്ടോ.